Aiva Silks, Kasargod, Kaningad, Mangalore. രാജ്യം സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് എന്നതിന് കൂടുതൽ തെളിവുകൾ ഓരോ ദിവസവും പുറത്തുവരികയാണ്. വിപണന രംഗത്ത് രൂക്ഷമായ പ്രതിസന്ധിയാണ് എന്ന് വെളിപ്പെടുത്തി പാർലെജി, ബ്രിട്ടാനിയ തുടങ്ങിയ ബിസ്ക്കറ്റ് കമ്പനികളും അടിവസ്ത്ര നിർമ്മാണ കമ്പനികളും നേരത്തെ രംഗത്ത് വന്നിരുന്നു. കർണാടകയിലെ ബെല്ലാരിയിൽ മാത്രം 70ഓളം ഇരുമ്പയിര് സംസ്കരണ സ്ഥാപനങ്ങളാണ് അടച്ചുപൂട്ടാൻ ഒരുങ്ങുന്നത് എന്ന വാർത്തയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ വാഹന വിപണന രംഗത്തും വൻ ഇടിവ് സംഭവിച്ചിരിക്കുകയാണ് എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മാരുതി സുസുക്കിയും. 3000ഓളം താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടുമെന്നാണ് മാരുതി സുസുക്കി നേരത്തെ അറിയിച്ചിരുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ 1,06,413 യൂണിറ്റുകളാണ് വിറ്റഴിച്ചത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഇത് 15,08,189 കാറുകളാണ്. സാമ്പത്തിക മാന്ദ്യം ചെറിയ ബജറ്റ് കാറുകളുടെ വിൽപ്പനയെയും ബാധിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഓൾട്ടോ, വാഗണർ എന്നീ കാറുകളുടെ വിൽപ്പനയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 25,772 എണ്ണങ്ങളാണ് കുറവായിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ മാരുതി വിൽപ്പനയിൽ ഓഗസ്റ്റിൽ മാത്രം നേരിട്ടത് 32.7%. രാജ്യത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ മാരുതി വിൽപ്പനയിൽ ഓഗസ്റ്റിൽ മാത്രം നേരിട്ടത് 32.7%. മാരുതിക്ക് പുറമെ മഹീന്ദ്രയുടെ വിൽപ്പനയിലും ഇടിവെന്നാണ് മഹീന്ദ്രയുടെ മാർക്കറ്റിംഗ് വിഭാഗത്തിന്റെ തലവൻ വിജയറാം നഗ്ര വെളിപ്പെടുത്തിയത്. ഇൻഡസ്ട്രി വലിയ പ്രതിസന്ധി നേരിടുകയാണ് എന്നും ഫെസ്റ്റിവൽ സീസണിൽ മാത്രമാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. മാരുതി സുസുക്കി കഴിഞ്ഞ 7 വർഷത്തിനിടയിലെ ഏറ്റവും മോശമായ കച്ചവടമാണ് കഴിഞ്ഞ ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ നടന്നതെന്നാണ് റിപ്പോർട്ട്. സുരക്ഷാ മാനദണ്ഡങ്ങളും ഉയർന്ന നികുതിയും ഗണ്യമായി വർദ്ധിച്ചത് കാറിന്റെ വിലയെ കാര്യമായി ബാധിച്ചിരിക്കുകയാണ് എന്നും ഇത് കമ്പനിക്ക് താങ്ങാനാവുന്നില്ല എന്നുമാണ് ഷെയർ ഹോൾഡർമാരുടെ യോഗത്തിൽ മാരുതി സുസുക്കി ചെയർമാൻ RC ഭാർഗവ തുറന്നു പറഞ്ഞിരുന്നത്. മാരുതിക്ക് പുറമെ മറ്റു വാഹന നിർമ്മാതാക്കളും തൊഴിലാളികളെ പിരിച്ചുവിടാനടക്കമുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. അശോക് ലെയ്ലാൻഡ്, TVS, ഹീറോ, ടാറ്റ മോട്ടോഴ്സ് തുടങ്ങിയ കമ്പനികളുടെ ചില യൂണിറ്റുകളും താൽക്കാലികമായി അടച്ചിരുന്നു. തുടർച്ചയായ 10 മാസങ്ങളിലെ വാഹന വിൽപ്പനയുടെ കുറവാണ് ഈ സാഹചര്യത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇവർ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.